കുഞ്ഞിന്റെ ആ ചെറിയ അനക്കം അഷ്റഫിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തി. അത് തന്റെ സ്വന്തം കുഞ്ഞാണെന്ന തോന്നലോടെ അയാൾ ആ വയറിലേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് സൈബ ഞെട്ടി ഉണർന്നു. അരികിൽ തന്നെ നോക്കിയിരിക്കുന്ന അഷ്റഫിനെ കണ്ടതും അവൾ പെട്ടെന്ന് ചാടി എണീറ്റു. ഏയ് പതുക്കെ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അഷ്റഫ് ശാന്തനായി ചോദിച്ചു. ഇക്ക എപ്പോഴാ വന്നത്? എന്താ ഇവിടെ? അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി ചോദിച്ചു. ഞാൻ ഇപ്പൊ വന്നതേയുള്ളൂ. അഫാൻ മോനെ എന്ന് എടുക്കാൻ നോക്കിയതായിരുന്നു. അഷ്റഫ് പതുക്കെ പറഞ്ഞു. മോനെ എന്തിനാ ഇക്ക എടുക്കുന്നേ? അവൻ ഇവിടെ കിടന്നോട്ടെ. ശരി, മോനിവിടെ സുഖമായി ഉറങ്ങട്ടെ. അഷ്റഫ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരു ഭർത്താവിന്റെ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. മറുഭാഗത്ത് 1 മാസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഫിദ സുബൈറിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. പഴയതിനേക്കാൾ ശരീരം തടിച്ച ഫിദയെ കണ്ടതും സുബൈർ അവളെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ഇതെന്തു പറ്റി ഫിദ, നിനക്ക് ആകെ തടിച്ച് രൂപം മാറിയല്ലോ? സുബൈർ അല്പം പരിഹാസത്തോടെ ചോദിച്ചു. അത് 1 മാസത്തെ വിശ്രമവും മരുന്നുകളും ഒക്കെ ആയപ്പോൾ വന്ന മാറ്റമാണിക്ക. ഫിദ സങ്കടത്തോടെ മറുപടി നൽകി. ഇതൊരുമാതിരി ബോറ ലുക്കായിപ്പോയി. ഇത്രയും തടി വെക്കുമെന്ന് ഞാൻ കരുതിയില്ല. സുബൈർ മുഖം തിരിച്ചു പറഞ്ഞു. ആ വാക്കുകൾ ഫിദയുടെ നെഞ്ചിൽ ഒരു മുള്ളു പോലെ തറച്ചു. തന്റെ നഷ്ടപ്പെട്ട കുഞ്ഞിനെക്കുറിച്ചോ തന്റെ ആരോഗ്യത്തെക്കുറിച്ചോ ആകുലപ്പെടാതെ രൂപത്തെ പരിഹസിക്കുന്ന സുബൈറിനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നി. ഫിദയുടെ സാമീപ്യം സുബൈറിന് ഇപ്പോൾ ഒരു അലോസരമായി തോന്നി തുടങ്ങിയിരിക്കുന്നു. അവൾ അവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകൾ തട്ടിമാറ്റി. എന്തായിക്ക, നിങ്ങൾക്കിപ്പോ എന്നോട് പഴയ സ്നേഹമില്ലേ? കുഞ്ഞു പോയത് എന്റെ കുറ്റം കൊണ്ടാണോ? ഫിദ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എനിക്കിപ്പോ ഒന്നും കേൾക്കണ്ട ഫിദ, നീ ഒന്ന് മാറി നിൽക്ക്, സുബൈർ വെറുപ്പോടെ പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ തിരിഞ്ഞു കിടന്നു. ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് വന്നത് സൈബയുടെ മുഖമായിരുന്നു. അവളിപ്പോൾ എവിടെയായിരിക്കും? അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഞാനൊരു ഉപ്പയാകുന്നതിന് മുമ്പേ അവളൊരു ഉമ്മയായി. ആ ചിന്ത എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. സുബൈർ മനസ്സിൽ പിറുപിറുത്തു. ഫിദയുമായുള്ള വിവാഹം ഒരു തെറ്റായ തീരുമാനമായിരുന്നോ എന്ന് അവൻ ആദ്യമായി സംശയിച്ചു തുടങ്ങി. ഫിദയുടെ സാമീപ്യം പോലും സുബൈറിനെ ഇപ്പോൾ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും അവനെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ പരുഷമായി അവളുടെ കൈകൾ തട്ടിമാറ്റി. എന്തിനാ സുബൈർക്ക എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? ഫിദ വീണ്ടും ചോദിച്ചു. ഞാനൊരു ഉപ്പയാകുന്നതിന് മുന്നേ സൈബ ഉമ്മയായില്ലേ? എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു പരിഹാസ കഥാപാത്രമായി. ഓ, അപ്പോൾ അതായിരുന്നോ നിങ്ങളുടെ പ്രശ്നം? ഒരു കുഞ്ഞില്ലെന്ന് കരുതി ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല, ഫിദ പരിഹാസത്തോടെ പറഞ്ഞു. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? എനിക്കാരെയും ഭയമില്ല. നിനക്കാരെയും പേടിയില്ലായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. ഒരു കുഞ്ഞ് ഉടനെ ഉണ്ടായില്ലെങ്കിൽ അതെനിക്ക് വലിയ നാണക്കേടാണ്. സുബൈർ ദേഷ്യത്തോടെ എഴുന്നേറ്റു. എന്താ, അതിന്റെ പേരിൽ ഇനി 3ാമതൊരു കെട്ടുകൂടി കെട്ടാൻ പ്ലാൻ ഉണ്ടോ? ഫിദ വിട്ടുകൊടുക്കാതെ ചോദിച്ചു. ഫിദ, സുബൈർ അലറി. പക്ഷെ ഫിദ കുലുങ്ങിയില്ല. അവൾ പുതപ്പ് വലിച്ചിട്ട് തിരിഞ്ഞു കിടന്നു. ആ നിമിഷം സുബൈർ പഴയ സൈബയെ ഓർത്തുപോയി. തന്റെ ചെറിയൊരു ശബ്ദമുയർത്തൽ പോലും സൈബയെ പേടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് തന്റെ മുന്നിൽ കിടക്കുന്നവൾ തന്നെ അടക്കി ഭരിക്കാൻ നോക്കുന്നവളാണ്. ഒരു നിമിഷം സുബൈറിന്റെ മനസ്സിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെട്ടു. മറുപുറത്ത് അഫാൻ മോന്റെ പിന്നാലെ ഓടുന്ന സൈബയെ കണ്ടുകൊണ്ടാണ് അഷ്റഫ് അങ്ങോട്ട് വന്നത്. 8ാം മാസത്തിന്റെ അവശതകൾക്കിടയിലും മകന് പിന്നാലെയുള്ള അവളുടെ ഓട്ടം കണ്ട് അയാൾക്ക് പേടി തോന്നി. ഉപ്പ! അഷ്റഫിനെ കണ്ടതും മോൻ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. കണ്ടോ ഇക്ക, ഇവനൊന്നും കഴിക്കുന്നില്ല. എന്നെ ഇങ്ങനെ ഓടിക്കാനാണോ നിനക്കിഷ്ടം? സൈബ കിതച്ചുകൊണ്ട് ചോദിച്ചു. അഷ്റഫ് മോനെ എടുത്തുയർത്തി. ഉമ്മാക്ക് വയ്യാത്തതല്ലേ മോനെ, ഇങ്ങനെയൊന്നും ഓടിക്കരുതെന്ന് ഉപ്പ പറഞ്ഞിട്ടുള്ളതല്ലേ? അത് കേട്ട് അവൻ കൊഞ്ചലോടെ ഒന്ന് ചിരിച്ചു. സൈബ, ഈ 8ാം മാസത്തിലാണോ നീ ഇങ്ങനെ ഓടുന്നത്? നിനക്ക് കുറച്ച് വിശ്രമിച്ചൂടെ? അഷ്റഫ് ഗൗരവത്തോടെ ചോദിച്ചു. അവനൊന്നും കഴിക്കുന്നില്ലേക്ക, അവന് വിശക്കില്ലേ? സൈബയുടെ വാക്കുകളിൽ ഒരു ഉമ്മയുടെ ആകുലതയുണ്ടായിരുന്നു. വിശക്കുമ്പോൾ അവൻ കഴിച്ചോളും, നീ ആദ്യം വല്ലതും കഴിക്ക്, അഷ്റഫ് അവളെ നിർബന്ധിച്ചു. അവന് കൊടുത്തു കഴിഞ്ഞ് കഴിക്കാമെന്ന് കരുതി. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് വിശക്കില്ലേ സൈബ? അഷ്റഫ് ചോദിച്ചപ്പോൾ സൈബ മൗനമായി നിന്നു. ആ ചോദ്യം അവളുടെ ഉള്ളിൽ പഴയ ഓർമ്മകൾ വീണ്ടും ഉണർത്തി. നോക്ക് സൈബ, നിന്റെ കാര്യത്തിലാണ് നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു നിമിഷം നീ സ്വയം മറന്നാൽ അത് നിന്നെ മാത്രമല്ല ആ കുഞ്ഞിനെയും ബാധിക്കും. അഷ്റഫ് സ്നേഹത്തോടെ അവളുടെ തോളിൽ കൈവച്ചു. സൈബ തലതാഴ്ത്തി നിന്നു. അഷ്റഫ് ജോലിക്ക് പോകാനായി ഇറങ്ങുമ്പോൾ അവൾ പതുക്കെ അവനെ നോക്കി. ഈ സമയത്ത് സ്ത്രീകൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്, അഷ്റഫ് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോ ഒരാഗ്രഹവും ഇല്ലേക്ക. ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് നൽകുമെന്ന ചിന്ത മാത്രമേ എന്റെ ഉള്ളിലുള്ളൂ. അഷ്റഫ് ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. അവൻ മറയുന്നതുവരെ സൈബ നോക്കി നിന്നു. ഒരുപക്ഷെ സുബൈറിന് പകരം എനിക്ക് ആദ്യം ലഭിച്ചിരുന്നത് ഈ മനുഷ്യനെ ആയിരുന്നെങ്കിൽ. അവളുടെ ഉള്ളിൽ ഒരു നിമിഷം ആ ചിന്ത മിന്നിമറഞ്ഞു. തന്റെ ജീവിതം മുഴുവൻ ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു.
വൈകുന്നേരം ജോലി കഴിഞ്ഞു വന്ന അഷ്റഫിന്റെ കയ്യിൽ ഒരു ചെറിയ പൊതിയുണ്ടായിരുന്നു. സൈബയുടെ അടുത്തേക്ക് അത് നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, നീ ഒന്നും ചോദിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്നു. ആ പൊതി തുറന്നപ്പോൾ വന്ന മണം സൈബയെ വല്ലാതെ ആകർഷിച്ചു. അവൾ അഫാൻ മോനെയും അരികിലിരുത്തി അത് കഴിക്കാൻ തുടങ്ങി. അഷ്റഫ് അത് നോക്കി നിൽക്കെ സൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീട് എന്നും അയാൾ അവൾക്കായി എന്തെങ്കിലും വാങ്ങി വരുമായിരുന്നു. അതൊക്കെയും സൈബ ഉള്ളു തുറന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അഷ്റഫിനോടൊന്നും ചോദിക്കാനുള്ള അധികാരം തനിക്കില്ലെന്ന് അവൾ കരുതിയിരുന്നു. പെട്ടെന്നാണ് സൈബയുടെ വല്യപ്പ അങ്ങോട്ട് വന്നത്. അഷ്റഫ്, ഞാൻ സൈബയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. അഷ്റഫ് ഒന്ന് ഞെട്ടി സൈബയെ നോക്കി. വല്യപ്പ തുടർന്നു, അവൾ അറിയാതെ ചെയ്ത തെറ്റിന് ഒരുപാട് അനുഭവിച്ചു. ഇനി ബാക്കി സമയം അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. അവിടെയും അവളെ നോക്കാൻ ആളൊന്നുമില്ല. എങ്കിലും ഞാൻ എനിക്ക് കഴിയുന്നത് പോലെ എന്റെ മോളെ നോക്കിക്കോളാം. അഷ്റഫ് പതുക്കെ വല്യുപ്പയുടെ അരികിലേക്ക് ചെന്നു. വല്യുപ്പ, അവൾ ഇവിടെ നിന്നോട്ടെ. അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളുണ്ട്. സൈബ പതുക്കെ തലയുയർത്തി അഷ്റഫിനെ നോക്കി. ഇക്ക, ഞാൻ ഇവിടെ നിന്ന അത് നിങ്ങൾക്കൊരു ബാധ്യതയാവില്ലേ? എനിക്ക് അഫാൻ മോനെ പോലും നോക്കാൻ ഇപ്പോൾ കഴിയില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അഷ്റഫ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, അഫാൻ മോനെ നോക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇവിടെ നിർത്തുന്നത്. നിന്നെ നോക്കാൻ വേണ്ടിയാണ്. അവിടെ ആകുമ്പോൾ രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിനക്കൊരു വണ്ടി പോലും കിട്ടില്ല. ഇവിടെയാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും സഹായം ലഭിക്കുമല്ലോ. എന്തിനാ വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? സൈബയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അഷ്റഫിന്റെ വാക്കുകൾ കേട്ട് വല്യുപ്പ സംതൃപ്തനായി. തന്റെ കൊച്ചുമകൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര പറഞ്ഞു മടങ്ങി. അതേസമയം സുബൈറിന്റെ മനസ്സിൽ പഴയ സന്തോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശ്രദ്ധിച്ച ഫിദ അവനെ ഒന്ന് കുത്തി നോക്കി. എന്താ സുബൈർക്ക, നിങ്ങളുടെ ആ പഴയ ഉത്സാഹമൊക്കെ എവിടെ പോയി? ഇപ്പൊ ഒന്നിനൊരു ആവേശമില്ലാത്ത പോലെ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഫിദ, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാണ്, അവൻ മടുപ്പോടെ പറഞ്ഞു. എനിക്കറിയാം, സൈബയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച പോലെ എന്നെയും ഉപേക്ഷിക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? ഫിദയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു. അനാവശ്യം പറയരുത് ഫിദ, എനിക്കിപ്പോ ഒരു കുഞ്ഞു വേണമെന്നത് മാത്രമാണ് ആഗ്രഹം. പക്ഷേ നിനക്കതിലൊന്നും വലിയ താല്പര്യമില്ലെന്ന് നിന്റെ പെരുമാറ്റം കണ്ടാൽ തോന്നും. സുബൈർ ശബ്ദമുയർത്തി. ഓ, അതാണോ ഇക്കയുടെ വിഷമം? ആ ആഗ്രഹം ഞാൻ നടത്തി തന്നാൽ പോരെ? അവൾ അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു പറഞ്ഞു. സുബൈർ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, ഡയറ്റിംഗ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ രൂപത്തിന് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. ഇത് കൂടുകയാണോ എന്ന് സംശയമുണ്ട്. ഒന്ന് പോയിക്ക. എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ എത്ര മെലിഞ്ഞവളാണ്. ഫിദ നിസ്സാരമായി പറഞ്ഞു. എന്താ, അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? സുബൈർ വെറുപ്പോടെ ചോദിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റാൻ ഞാൻ തയ്യാറാണ്. ഡയറ്റിങ്ങിലൂടെ പഴയ രൂപം ഞാൻ തിരികെ കൊണ്ടുവരും, ഫിദ വാശിയിൽ പറഞ്ഞു. സുബൈറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തണുപ്പൻ പ്രതികരണം ഫിദയെ വല്ലാതെ വേദനിപ്പിച്ചു. ഒടുവിൽ സഹികെട്ട് അവൾ ചോദിച്ചു, ഇക്ക, എന്തിനാ എന്നോടിങ്ങനെ പെരുമാറുന്നേ? എന്നെ ഒന്ന് നോക്കാൻ പോലും നിങ്ങൾക്കിപ്പോ താല്പര്യമില്ലല്ലോ. ഫിദ, എനിക്കിപ്പോ വല്ലാത്ത ഉറക്കം വരുന്നുണ്ട്. നീ എന്നെ ശല്യം ചെയ്യാതെ അങ്ങോട്ട് മാറിക്കിടക്ക്. അവൻ പരുഷമായി മറുപടി നൽകി തിരിഞ്ഞു കിടന്നു. ഫിദയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. ഒരു കുഞ്ഞിനെ നൽകാൻ തനിക്ക് കഴിയാത്തത് കൊണ്ടാണോ അയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾ ഭയപ്പെട്ടു. സൈബയുടെ അവസ്ഥ തനിക്കും വരുമോ എന്ന ചിന്ത അവളെ അസ്വസ്ഥയാക്കി. പാതിരാത്രിയിൽ പതുങ്ങിച്ചെന്ന് അകത്ത് കയറുന്ന സുബൈറിനെ കണ്ട് ഫിദ ഞെട്ടിപ്പോയി. ഇത്രയും വൈകാൻ എവിടെയായിരുന്നു നിങ്ങൾ? അവൾ ചോദിച്ചു. അതൊക്കെ എന്റെ ആവശ്യങ്ങളാണ്, നീ അതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്താ ഇക്ക ഇങ്ങനെ പറയുന്നേ? നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ എനിക്ക് അധികാരമില്ലേ? അവൾ വിട്ടുകൊടുക്കാതെ ചോദിച്ചു. നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ, എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട. അവൻ രോഷത്തോടെ റൂമിലേക്ക് കയറിപ്പോയി. സുബൈറിന്റെ വാക്കുകൾ ഫിദയുടെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ ബാക്കി വെച്ചു. ഫിദ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നിങ്ങൾ ആരോടോ രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഇനി വല്ല മൂന്നാം കെട്ടിനുമുള്ള പ്ലാനാണോ? അവൾ പരിഹാസത്തോടെ ചോദിച്ചു. നിന്നെ പോലെയുള്ള ഒരാളെ വിവാഹം കഴിച്ചതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു എന്റെ സൈബ. അവളെ ഉപേക്ഷിച്ചതിൽ ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. സുബൈർ മനസ്സിലുള്ളത് പറഞ്ഞു പോയി. അവന്റെ വാക്കുകൾ കേട്ട് ഫിദ തരിച്ചു നിന്നുപോയി. സുബൈറിന്റെ കുറ്റസമ്മതം ഫിദയെ ഞെട്ടിക്കുന്നു. സൈബയെ ഓർത്തുള്ള അയാളുടെ വാക്കുകൾ അവരുടെ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തുകയാണ്. ഫിദ മുറിയിൽ തനിച്ചായപ്പോൾ സുബൈറിന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സൈബയെ ഓർത്തുള്ള അയാളുടെ പശ്ചാത്താപം അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയത് സുബൈർക്ക? നിങ്ങൾ എന്തിനാ എപ്പോഴും അവളെ ഓർത്ത് വിഷമിക്കുന്നത്? ഫിദ ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറി വന്ന സുബൈറിനോട് ചോദിച്ചു. സുബൈർ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. നീ എന്ത് പറഞ്ഞാലും ശരി ഫിദ, സൈബയുടെ ആ മനസ്സ് നിനക്കൊരിക്കലും ഉണ്ടാവില്ല. അവൾക്ക് എന്നോടുണ്ടായിരുന്നത് യഥാർത്ഥ സ്നേഹമായിരുന്നു. ഞാൻ ചെയ്ത തെറ്റുകൾ പോലും അവൾ ക്ഷമിച്ചിരുന്നു. അപ്പോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഫിദയുടെ ശബ്ദമുയർന്നു. സ്നേഹമുണ്ടാവാം, പക്ഷെ അതിൽ സ്വാർത്ഥതയുണ്ട്, സുബൈർ പരുഷമായി പറഞ്ഞു.
നിന്നെ വിശ്വസിച്ച് അവളെ ഉപേക്ഷിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്നു. സുബൈറിന്റെ വാക്കുകൾ ഒരു വെടിയുണ്ട പോലെ ഫിദയുടെ നെഞ്ചിൽ തറച്ചു. തന്റെ സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാകുമെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. സുബൈറിന്റെ മനസ്സ് കൈവിട്ടു പോകുന്നു. ഫിദയുടെ സാമീപ്യം അവനെ ശ്വാസം മുട്ടിക്കുമ്പോൾ പഴയ സ്നേഹത്തിന്റെ വില അവൻ തിരിച്ചറിയുകയാണ്. ഫിദയുടെ വാക്കുകൾ കേട്ട് സുബൈർ ദേഷ്യത്തോടെ മുറിക്ക് പുറത്തേക്ക് നടന്നു. എന്നാൽ ഫിദ അവനെ തടഞ്ഞു നിർത്തി. എന്താ ഇക്ക, ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും എന്നെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? ഫിദയുടെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. സുബൈർ ഒന്ന് നിന്നു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, വിശ്വാസമില്ലെന്നല്ല ഫിദ, പക്ഷേ സൈബക്ക് എന്നോടുണ്ടായിരുന്ന ആ ആത്മാർത്ഥത നിന്നിൽ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇത്രയും കാലം ഞാൻ കാണിച്ച സ്നേഹം വെറും അഭിനയമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഫിദ രോഷത്തോടെ ചോദിച്ചു. നിന്റെ സ്നേഹത്തിൽ ഒരു തരം വാശിയുണ്ട്, എന്നെ സ്വന്തമാക്കാനുള്ള ഒരു വെറി മാത്രം. പക്ഷെ അവൾ അങ്ങനെയല്ലായിരുന്നു. എന്റെ വീഴ്ചകളിൽ പോലും എനിക്ക് തണലായി നിന്നവളാണ് അവൾ. സുബൈറിന്റെ വാക്കുകൾ അവളിൽ വലിയ പ്രഹരമായി മാറി. ഇപ്പോൾ എന്തിനാ അവളെപ്പറ്റി പറയുന്നത്? അവളെ നിങ്ങൾ തന്നെയല്ലേ ഇവിടെ നിറക്കി വിട്ടത്? ഫിദ കുറ്റപ്പെടുത്തി. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അത് തിരുത്താൻ കഴിയാത്ത ഒന്നാണെന്ന് ഇപ്പൊ ഞാൻ ഓരോ നിമിഷവും ഓർക്കുന്നു. അവൻ നിരാശയോടെ മുറിവിട്ടിറങ്ങി. മറുപുറത്ത് അഷ്റഫിന്റെ കരുതൽ സൈബയ്ക്ക് പുതിയൊരു ജീവിതം നൽകുന്നു. എന്നാൽ അവളുടെ ഉള്ളിലെ ഭയം മാറുന്നില്ല. അഷ്റഫിന്റെ തണലിൽ സൈബയുടെ ദിവസങ്ങൾ സമാധാനത്തോടെ കടന്നുപോയി. പ്രസവത്തിന് ഇനി അധികം ദിവസങ്ങളില്ലെന്ന് ഡോക്ടർ അറിയിച്ചതോടെ അഷ്റഫ് അവൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഒരുക്കി. സൈബ, നീ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുന്നേ? ഈ കുഞ്ഞിനെ നമുക്ക് സന്തോഷത്തോടെ വളർത്താം. അഷ്റഫ് അവളുടെ അരികിലിരുന്ന് ആശ്വസിപ്പിച്ചു. ഇക്ക, എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. എനിക്കിനി അധികം ആയുസ്സില്ലെന്ന് തോന്നുന്നു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. അങ്ങനെയൊന്നും പറയല്ലേ സൈബ, ദൈവം നമ്മളെ കൈവിടില്ല. നീ ധൈര്യമായിരിക്ക്. അഷ്റഫ് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. പക്ഷേ സൈബയുടെ മനസ്സ് പഴയ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. സുബൈർ തന്റെ അരികിലുണ്ടായിരുന്നെങ്കിലെന്ന് അവൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. അഷ്റഫ് നൽകുന്ന സ്നേഹം തനിക്ക് അർഹതപ്പെട്ടതാണോ എന്നവൾ ചിന്തിച്ചു. അന്ന് രാത്രി അഷ്റഫ് അവൾക്കായി ഒരു പാൽ ഗ്ലാസുമായി അരികിലെത്തി. ഇത് കുടിക്ക്, നിനക്ക് നല്ല ഉറക്കം കിട്ടും, അയാൾ സ്നേഹത്തോടെ നിർബന്ധിച്ചു. അവന്റെ ആ കരുതൽ സൈബയുടെ കണ്ണുകൾ വീണ്ടും നിറച്ചു. സൈബയുടെ ഉള്ളിലെ ആദി അഷ്റഫിനെ വേദനിപ്പിക്കുന്നു. വരാനിരിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചുള്ള ഭയം അവരുടെ സമാധാനം കെടുത്തുകയാണ്. അഷ്റഫ് നൽകിയ പാൽ ഗ്ലാസ് കയ്യിൽ പിടിക്കുമ്പോഴും സൈബയുടെ ഉള്ളിൽ ആദി പുകയുകയായിരുന്നു. അവളുടെ മുഖത്തെ വിവർണത കണ്ട് അഷ്റഫിന്റെ മനസ്സും വേദനിച്ചു. സൈബ, നീ എന്തിനാ ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നേ? നിനക്ക് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു തന്നതല്ലേ? അഷ്റഫ് ആർദ്രമായി ചോദിച്ചു. അതല്ല ഇക്ക, എന്റെ കുഞ്ഞ്, അവൻ എന്നെപ്പോലെ ഒരു ഗതി വരരുത്. അവനെ നോക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്കറിയാം. അവളുടെ വാക്കുകൾ പകുതിക്ക് മുറിഞ്ഞു. അനാവശ്യമായ ചിന്തകൾ മാറ്റിവെക്ക്. നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഈ കുഞ്ഞിനെ വളർത്താൻ പോകുന്നത്. അയാൾ അവളുടെ നെറുകയിൽ തലോടി. തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന അഷ്റഫ് തനിക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് സൈബ തിരിച്ചറിഞ്ഞു. സുബൈറിൽ നിന്ന് ലഭിക്കാത്ത ആ പരിഗണനയും സ്നേഹവും അഷ്റഫ് അവൾക്ക് നൽകി. പക്ഷേ തന്റെ ശാരീരിക അവസ്ഥ അവളെ തളർത്തുന്നുണ്ടായിരുന്നു. പ്രസവവേദനയേക്കാൾ അവളെ ഭയപ്പെടുത്തിയത് ഇനിയൊരു മടക്കയാത്ര ഉണ്ടാവില്ലേ എന്ന ചിന്തയായിരുന്നു. സൈബയുടെ അവസ്ഥ അതീവ ഗുരുതരമാകുന്നു. ഡോക്ടറുടെ വാക്കുകൾ അഷ്റഫിനെ തളർത്തുകയാണ്. ഒരു ജീവനു വേണ്ടിയുള്ള പോരാട്ടം അവിടെ തുടങ്ങുന്നു. പെട്ടെന്നാണ് സൈബയുടെ ആരോഗ്യനില മോശമായത്. അസഹനീയമായ വേദന കൊണ്ട് അവൾ പിടയുന്നത് കണ്ട് അഷ്റഫ് പരിഭ്രാന്തനായി. സമയം ഒട്ടും കളയാതെ അയാൾ അവളെ ആശുപത്രിയിൽ എത്തിച്ചു. ലേബർ റൂമിന് മുന്നിലെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അഷ്റഫ്. ഓരോ നിമിഷവും ഓരോ യുഗം പോലെ അയാൾക്ക് തോന്നി. ഇടക്ക് പുറത്തു വന്ന നഴ്സിനോട് വിവരങ്ങൾ തിരക്കിയെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല. കുറച്ചു സമയത്തിനു ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. അഷ്റഫ് ഓടിച്ചെന്ന് അവരുടെ അരികിലെത്തി. ഡോക്ടർ, സൈബക്ക് എങ്ങനെയുണ്ട്? അയാളുടെ ശബ്ദം ഇടറി. ഡോക്ടറുടെ മുഖത്ത് ഗൗരവം നിഴലിച്ചു. അഷ്റഫ്, നില അല്പ സങ്കീർണമാണ്. രക്തം ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രസവം സുഗമമാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും റിസ്ക് കൂടുതലാണ്. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അഷ്റഫിന്റെ ലോകം തന്നെ നിശ്ചലമായതുപോലെ തോന്നി. അവൻ ചുവരിൽ ചാരി പതുക്കെ താഴേക്കിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് സ്നേഹത്തിന്റെ തണലായി വന്നവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. സൈബയെ നഷ്ടപ്പെടുമോ എന്ന ഭയം അയാളെ തളർത്തി. പഠിച്ചവനെ, പാവമാണവൾ, അവളെ എനിക്ക് തിരിച്ചു നൽകണേ. അയാൾ ഇരു കൈകളും ഉയർത്തി വിതുമ്പലോടെ പ്രാർത്ഥിച്ചു.